ഹായ്, നമുക്കിന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മാംഗോ ഐസ്ക്രീമിന്റെ റെസിപ്പി നോക്കാം. മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് മാംഗോ, വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. ഓപ്ഷണൽ ആയിട്ട് ഞാൻ എസൻസും ചോപ്ഡ് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രോസൺ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. അത് തണുപ്പ് പോയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ച് മാറ്റി വെക്കുക. ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഹാഫ് ബീറ്റ് ആയ ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം അല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു ഫുൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് ചേർത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എസൻസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം. കേക്കിന് ചെയ്യണ പോലെ അത്ര ഫ്ലഫി ആയിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല രീതിയിൽ ബീറ്റ് ആയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് സൈഡിലുള്ളതൊക്കെ തട്ടി മാറ്റി കൊടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്നുള്ളതിൽ ചിലക്ക് കടിക്കാൻ കിട്ടാൻ മാത്രം നമ്മൾ ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്ഡായിട്ട് ഒരു നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. നന്നായിട്ട് അത് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക്, ഞാൻ ആ പാത്രം തന്നെയാണ് ഫ്രീസറിലേക്ക് വെച്ചത്. എയർ ടൈറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രീസറിൽ വെച്ച് നമുക്കൊരു ഓവർനൈറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യുന്ന മാംഗോ ഐസ്ക്രീം റെഡിയാണ്. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നോക്കി, നല്ല കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ വന്നിട്ടില്ലേ? അതുകൊണ്ട് മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. ഓക്കെ, താങ്ക് യു.